ഹായ് സ്റ്റുഡൻസ്, ഇംഗ്ലീഷ് ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാം ക്ലാസ്സിലെ ലെറ്റർ ടു ഗോഡ് എന്ന 2ാമത്തെ യൂണിറ്റിലെ നെഹ്റു തൻ്റെ മകൾ ആയ ഇന്ദിരാഗാന്ധിക്ക് അയച്ച ബർത്ത്ഡേ ലെറ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ നമുക്കറിയാം, ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധിയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കത്ത് എഴുതുന്നത്. നമുക്കറിയാം, സാധാരണ ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ ഗിഫ്റ്റുകളാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഇത് എഴുതുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു ജയിലിലാണ്. ജയിലിൽ വെച്ചാണ് അദ്ദേഹം ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതുന്നത്. ഒരു കത്തിൻ്റെ രൂപം എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. നോക്കൂ, വലതുവശത്ത് സെൻഡേഴ്സ് അഡ്രസ്സ്, അതായത് അയച്ച ആളുടെ നെഹ്റുവിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ പ്രിസൺ നൈനി. അപ്പോൾ നൈനിയിലെ കേന്ദ്ര ജയിലിൽ വെച്ചാണ് ഇത് എഴുതുന്നത്. സ്ഥലമാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. ദെൻ October 26, 1930 കത്തെഴുതുന്ന ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. മൈ ഡിയർ ഇന്ദിര. ഇവിടെ ഇന്ദിരാഗാന്ധിയെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ കത്തെഴുതുമ്പോൾ അവരുടെ പേര് വെച്ചിട്ട് ഇപ്രകാരമാണ് നമ്മൾ അഭിസംബോധന ചെയ്യുക. ഇനി നമുക്ക് കത്തിലോട്ട് പോവാം. ഓൺ യുവർ ബർത്ത്ഡേ യു ഹാവ് ബീൻ ഇൻ ദി ഹാബിറ്റ് ഓഫ് റിസീവിങ് പ്രസൻസ് ആൻഡ് ഗുഡ് വിഷസ്. നെഹ്റു മകളോട് പറയാണ്, നിൻ്റെ ബർത്ത്ഡേക്ക് ഒരുപാട് സമ്മാനങ്ങളും നല്ല ആശംസകളുമെല്ലാം സ്വീകരിക്കുന്ന ശീലം നിനക്കുണ്ടല്ലോ. ഗുഡ് വിഷസ് യു വിൽ സ്റ്റിൽ ഹാവ് ഇൻ ഫുൾ മെഷർ, ബട്ട് വാട്ട് പ്രസൻറ്റ് ക്യാൻ ഐ സെൻഡ് യു ഫ്രം നൈനി പ്രിസൺ. നല്ല ആശംസകൾ അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ, പൂർണ്ണമായ അളവിൽ നിനക്കിപ്പോഴും ഉണ്ടാവും. പക്ഷേ ഈ നൈനി ജയിലിൽ നിന്നും എന്ത് സമ്മാനമാണ് ഞാൻ നിനക്ക് അയച്ചു തരിക? മൈ പ്രസൻസ് കനോട്ട് ബി വെരി മെറ്റീരിയൽ ഓർ സോളിഡ്. എൻ്റെ സമ്മാനം അത് പദാർത്ഥ രൂപത്തിലുള്ള ഒന്നായിരിക്കണമെന്നില്ല, കനമുള്ള ഒരു സമ്മാനമായിരിക്കണമെന്നില്ല. ദേ ക്യാൻ ബി ഓഫ് ദി മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. അത് മനസ്സിൻ്റെയും ആത്മാവിൻ്റേതുമായിരിക്കും. തിങ്സ് ദാറ്റ് ഈവൻ ദി ഹൈ വാൾസ് ഓഫ് എ പ്രിസൺ കനോട്ട് സ്റ്റോപ്പ്. ഒരു ജയിലിൻ്റെ ഉയർന്ന മതിലുകൾക്ക് പോലും തടുക്കാൻ കഴിയാത്തതായിരിക്കും ആ സമ്മാനങ്ങൾ. യു നോ സ്വീറ്റ് ഹേർട്ട് ഹൗ ഐ ഡിസ്ലൈക്ക് സെർമണൈസിങ് ആൻഡ് ഡോളിങ് ഔട്ട് ഗുഡ് അഡ്വൈസ്. എൻ്റെ ഓമന മകളെ, നിനക്കറിയുമോ ധർമ്മോപദേശങ്ങളെയും നല്ല ഉപദേശങ്ങളെയും വിലാപങ്ങളെയും ഞാൻ എത്രത്തോളം വെറുക്കുന്നുവെന്ന്. ഐ ഹാവ് ഓൾവേസ് തോട്ട് ദാറ്റ് ദ ബെസ്റ്റ് വേ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഷുഡ് ബി ഡൺ ഈസ് നോട്ട് ബൈ ഗിവിങ് എ സെർമൺ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ശരിയായതെന്തെന്ന് കണ്ടെത്താനും ശരിയായി പ്രവർത്തിക്കാനും ഒരിക്കലും ധർമ്മോപദേശങ്ങൾ നൽകുകയല്ല വേണ്ടത്. ഇറ്റ് ഹാസ് ടു ബി ഡൺ ബൈ ടോക്കിംഗ് ആൻഡ് ഡിസ്കസിങ്. ചർച്ച ചെയ്തും പരസ്പരം സംസാരിച്ചുമാണ് ശരിയും എന്താണ് ചെയ്യേണ്ടതെന്നും കണ്ടെത്തേണ്ടത്. ഔട്ട് ഓഫ് ഡിസ്കഷൻ സംടൈംസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ട്രൂത്ത് കംസ് ഔട്ട്. ചർച്ചകളിൽ നിന്ന് പലപ്പോഴും സത്യത്തിൻ്റെ അംശം പുറത്തു വരാറുണ്ട്. ഐ ഹാവ് ലൈക്ഡ് മൈ ടോക്സ് വിത്ത് യു ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് മെനി തിങ്സ്. നീയുമായുള്ള സംസാരം ഞാൻ ഇഷ്ടപ്പെടുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ബട്ട് ദി വേൾഡ് ഈസ് വൈഡ് ആൻഡ് ബിയോണ്ട് അവർ വേൾഡ് ലൈ അതർ വണ്ടർഫുൾ ആൻഡ് മിസ്റ്റീരിയസ് വേൾഡ്സ്. പക്ഷേ ഈ ലോകം വളരെ വിശാലമാണ്. ഈ ലോകത്തിനും അപ്പുറത്ത് മനോഹരവും അത്ഭുതങ്ങൾ നിറഞ്ഞതും നിഗൂഢവുമായ മറ്റു ലോകങ്ങളുമുണ്ട്. നൺ ഓഫ് us നീഡ് എവർ ബി ബോർഡ്. നാം ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല. ഓർ ഇമാജിൻ ദാറ്റ് വി ഹാവ് ലേൺ എവറിത്തിങ് വർത്ത് ലേണിംഗ് ആൻഡ് ബിക്കം വെരി വൈസ്. അല്ലെങ്കിൽ എല്ലാം പഠിച്ചെടുത്തുവെന്നും വളരെ ബുദ്ധിയുള്ളവരാണെന്നും നാം സങ്കല്പിക്കേണ്ടതില്ല. ബട്ട് വാട്ട് ആം ഐ ടു ഡു ദെൻ. പക്ഷേ പിന്നീട് ഞാൻ എന്തു ചെയ്യും? എ ലെറ്റർ ക്യാൻ ഹാർഡ്ലി ടേക്ക് ദി പ്ലേസ് ഓഫ് എ ടോക്ക്. ഒരു സംസാരത്തിൻ്റെ അത്ര ഗുണം ഒരിക്കലും ഒരു കത്തിൽ നിന്ന് കിട്ടുകയില്ല. അറ്റ് ബെസ്റ്റ് ഇറ്റ് ഈസ് വൺ സൈഡഡ് അഫെയർ. ഇത് ഒരു വശം മാത്രം ഉൾക്കൊള്ളുന്ന കാര്യമാണ്. അതായത് ഒരു കത്തിൽ നിന്നും നമുക്ക് ഉടനടി തന്നെ മറുപടി പ്രതീക്ഷിക്കാനോ ചർച്ച ചെയ്യാനോ പറ്റുകയില്ല. ഇമാജിൻ ദാറ്റ് ഐ ഹാവ് മെയ്ഡ് എ സജഷൻ ടു യു ഫോർ യു ടു തിങ്ക് ഓവർ ആസ് ഇഫ് വി റിയലി വർ ഹാവിങ് എ ടോക്ക്. നിനക്ക് വീണ്ടും വീണ്ടും ചിന്തിക്കാനായി ഞാനൊരു ഉപദേശം നൽകുന്നതായി നീ സങ്കല്പിക്കുക. നമ്മൾ യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത് പോലെ നീ സങ്കല്പിക്കുക. ഇൻ ഹിസ്റ്ററി വി റീഡ് ഓഫ് ഗ്രേറ്റ് പീരീഡ്സ് ഇൻ ദി ലൈഫ് ഓഫ് നേഷൻസ്, ഓഫ് ഗ്രേറ്റ് മെൻ ആൻഡ് വുമൺ. മഹാന്മാരും മഹതികളുമായ സ്ത്രീകളെക്കുറിച്ചും
അതുപോലെ രാജ്യങ്ങളുടെ മഹത്തായ കാലഘട്ടങ്ങളെക്കുറിച്ചുമെല്ലാം ചരിത്രത്തിൽ നാം വായിച്ചിട്ടുണ്ട്. ഡു യു റിമെമ്പർ ഹൗ ഫാസിനേറ്റഡ് യു വർ വെൻ യു ഫസ്റ്റ് റീഡ് ദ സ്റ്റോറി ഓഫ് ജീൻ ഡി ആർക്ക്? ജീൻ ഡി ആർക്കിൻ്റെ കഥ ആദ്യമായി വായിച്ചപ്പോൾ എത്രമാത്രം നീ ആവേശഭരിതയായിരുന്നുവെന്ന്, നീ എത്രമാത്രം വശീകരിക്കപ്പെട്ടിരുന്നു എന്ന് നീ ഓർക്കുന്നുണ്ടോ? യുവർ അംബിഷൻ വാസ് ടു ബി സംതിങ് ലൈക്ക് ഹെർ. നിന്റെ ആഗ്രഹം അവളെപ്പോലെ ആവുക എന്നതായിരുന്നില്ലേ? ഓർഡിനറി മെൻ ആൻഡ് വുമൺ ആർ നോട്ട് യൂഷ്വലി ഹീറോയിക്. സാധാരണ സ്ത്രീകളും പുരുഷന്മാരും സാഹസികത നിറഞ്ഞ നായക സങ്കല്പമുള്ളവരായിരിക്കുകയില്ല. ദേ തിങ്ക് ഓഫ് ദെയർ ബ്രെഡ് ആൻഡ് ബട്ടർ. അവരവരുടെ ഭക്ഷണത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഓഫ് ദെയർ ചിൽഡ്രൻ. അവരുടെ മക്കളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. ഓഫ് ദെയർ ഹൗസ് ഹോൾഡ് വെറീസ് ആൻഡ് ദ ലൈക്ക്. അവരുടെ ജീവിത ചുറ്റുപാടുകളും പ്രശ്നങ്ങളുമൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ബട്ട് എ ടൈം കംസ് വെൻ എ ഹോൾ പീപ്പിൾ ബിക്കം ഇൻട്രസ്റ്റഡ് ഇൻ എ ഗ്രേറ്റ് കോസ്. പക്ഷേ ജനങ്ങൾ മുഴുവൻ ഒരു കാര്യത്തിൽ, മഹത്തായ ഒരു കാര്യത്തിൽ തൽപരരാകുന്ന ഒരു സമയം വരുന്നു. ഇവിടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് നെഹ്റു പറയുന്നത്. ദെൻ ഹിസ്റ്ററി ഹെൽപ്സ് ഈവൻ സിമ്പിൾ ഓർഡിനറി മെൻ ആൻഡ് വുമൺ ടു ബിക്കം ഹീറോസ്. അങ്ങനെ അദ്ദേഹം തുടരുന്നു, സാധാരണ ലളിതമായ ജീവിതം നയിക്കുന്ന സ്ത്രീ പുരുഷന്മാരെ നായക സങ്കല്പത്തിലേക്ക് കൊണ്ടുവരാൻ, അവർക്ക് നായകന്മാരാവാൻ ചരിത്രം അവരെ സഹായിക്കുന്നു. ഗ്രേറ്റ് ലീഡേഴ്സ് ഹാവ് സംതിങ് ഇൻ ദം വിച്ച് ഇൻസ്പയർസ് എ ഹോൾ പീപ്പിൾ ആൻഡ് മേക്സ് ദം ഡു ഗ്രേറ്റ് ഡീഡ്സ്. മഹാന്മാരായ നേതാക്കന്മാരിൽ ഉള്ള എന്തോ ചിലത് ജനങ്ങളെ മുഴുവൻ ആവേശഭരിതരാക്കുകയും അവരെ കൊണ്ട് മഹത്തായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ഇൻ ഇന്ത്യ എ ഗ്രേറ്റ് ലീഡർ full of love for all who suffer and eager to help them has inspired our people to great actions and noble sacrifice. അങ്ങനെ അദ്ദേഹം ഇനി പറയുന്നത് ഗാന്ധിജിയെക്കുറിച്ചാണ്. നമ്മൾക്കറിയാം, ഇന്ത്യയിൽ എ ഗ്രേറ്റ് ലീഡർ, മഹാനായ ഒരു നേതാവ്, ഫുൾ ഓഫ് ലവ് ഫോർ ഓൾ ഹൂ സഫർ ആൻഡ് ഈഗർ ടു ഹെൽപ്പ് ദം, കഷ്ടത അനുഭവിക്കുന്നവരോട് നിറഞ്ഞ സ്നേഹമുള്ള, അവരെ എപ്പോഴും സ്നേഹിക്കാൻ ആവേശഭരിതനാവുന്ന അദ്ദേഹം has inspired our people to great actions and noble sacrifice. നമ്മുടെ ജനങ്ങളെ മുഴുവൻ അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട് മഹത്തായ പ്രവർത്തനങ്ങൾക്കും അതുപോലെ നന്മ നിറഞ്ഞ ത്യാഗങ്ങൾക്കും. He has helped to make the starving, the poor and oppressed free and happy. പട്ടിണി കിടക്കുന്നവരെയും പാവങ്ങളെയും പീഡിപ്പിക്കപ്പെടുന്നവരെയും സന്തോഷമുള്ളവരും സ്വതന്ത്രരുമാവാൻ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. Bapuji is in prison, but the magic of his message has stolen the hearts of India's millions. ഗാന്ധിജി ജയിലിലാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൻ്റെ ആ ഇന്ദ്രജാലം ഒരുപാട് ജനലക്ഷം ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. Men and women and even little children come out of their little shells and become India's soldiers of freedom. സ്ത്രീകളും പുരുഷന്മാരും ചെറിയ കുട്ടികൾ വരെ അവരുടെ ചെറുകൂരകളിൽ നിന്ന്, അവരുടെ ഒതുക്കപ്പെട്ട ലോകത്തു നിന്നും അവർ കടന്നു വരികയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പടയാളികളായി മാറുകയും ചെയ്യുന്നു. ഇൻ ഇന്ത്യ ടുഡേ വി ആർ മേക്കിംഗ് ഹിസ്റ്ററി. ഇന്ത്യയിൽ ഇന്ന് നാം ചരിത്രം സൃഷ്ടിക്കുന്നു. ആൻഡ് യു ആൻഡ് ഐ ആർ ഫോർച്ചുനേറ്റ് ടു സീ ദിസ് ഹാപ്പനിങ് ബിഫോർ അവർ ഐസ് ആൻഡ് ടു ടേക്ക് സം പാർട്ട് ourselves ഇൻ ദിസ് ഗ്രേറ്റ് ഡ്രാമ. ഈ സംഭവങ്ങളെല്ലാം കൺമുന്നിൽ കാണുകയും ഈ മഹത്തായ നാടകത്തിൻ്റെ ഭാഗമാവാൻ സാധിക്കുകയും ചെയ്ത നീയും ഞാനും വളരെ ഭാഗ്യവാന്മാരാണ്. വാട്ട് പാർട്ട് ഷാൾ വി പ്ലേ ഇൻ ഇറ്റ്? ഏതോ ഭാഗമാണ് നമ്മൾ ഈ നാടകത്തിൽ നിർവഹിക്കുന്നത്? ഇഫ് വി ആർ ടു ബി ഇന്ത്യാസ് സോൾജിയേഴ്സ് വി ഹാവ് ടു റെസ്പെക്ട് ഇന്ത്യാസ് ഓണർ ആൻഡ് ദാറ്റ് ഓണർ ഈസ് എ സാക്രഡ് ട്രസ്റ്റ്. ഇന്ത്യയുടെ യുദ്ധ പോരാളികളാവുകയാണ് നാമെങ്കിൽ ഇന്ത്യയുടെ മഹത്വം, അതിനെ ബഹുമാനിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഈ മഹത്വം പവിത്രമായൊരു നിധിയാണ്. ഇറ്റ് ഈസ് നോട്ട് ഈസി മാറ്റർ ടു ഡിസൈഡ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നത് തീരുമാനിക്കുന്നത് അത്ര തന്നെ എളുപ്പമല്ല. വൺ ലിറ്റിൽ ടെസ്റ്റ് ഐ ഷാൾ ആസ്ക് യു ടു അപ്ലൈ വെനെവർ യു ആർ ഇൻ ഡൗട്ട്. എപ്പോഴെങ്കിലും നീ സംശയാലുവാവുകയാണെങ്കിൽ നിനക്ക് പ്രാവർത്തികമാക്കാനുള്ള ഒരു ചെറിയ പരീക്ഷണം ഞാൻ പറഞ്ഞു തരട്ടെ. നെവർ ഡു എനിത്തിങ് ഇൻ സീക്രട്ട് ഓർ എനിത്തിങ് ദാറ്റ് യു വുഡ്
വിഷ് ടു ഹൈഡ്. ഒരു കാര്യവും രഹസ്യമായി ചെയ്യരുത്. ഓർ എനിത്തിങ് ദാറ്റ് യു വുഡ് വിഷ് ടു ഹൈഡ്. നീ ഒളിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും നിനക്കുണ്ടാവരുത്. ഫോർ ദി ഡിസയർ ടു ഹൈഡ് എനിത്തിങ് മീൻസ് ദാറ്റ് യു ആർ അഫ്രൈഡ്. നീ ഒളിക്കാനുള്ള ആഗ്രഹം നിന്നിലുണ്ട് എന്നതിൻ്റെ അർത്ഥം നീ ഭയപ്പെടുന്നു എന്നാണ്. ആൻഡ് ഫിയർ ഈസ് എ ബാഡ് തിങ്. ഭയം എന്നത് ഒരു ചീത്ത കാര്യമാണ്. ആൻഡ് അൺവർത്തി ഓഫ് യു. ഭയപ്പെടുക എന്നത് നിനക്ക് യോജിച്ച കാര്യവുമല്ല. ബി ബ്രേവ് ആൻഡ് ഓൾ ദി റെസ്റ്റ് ഫോളോസ്. നീ ധൈര്യമുള്ളവളായിരിക്കുക, ബാക്കിയുള്ളവയെല്ലാം നിന്നെ പിന്തുടരും. യു നോ ദാറ്റ് ഇൻ അവർ ഗ്രേറ്റ് ഫ്രീഡം മൂവ്മെൻറ്റ് അണ്ടർ ബാപ്പുജീസ് ലീഡർഷിപ്പ് ദർ ഈസ് നോ റൂം ഫോർ സീക്രസി ഓർ ഹൈഡിങ്. നിനക്കറിയാമോ, നമ്മുടെ മഹത്തായ ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ, ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ രഹസ്യങ്ങൾക്കോ ഒളിച്ചു വെക്കുന്നതിനോ യാതൊരു സ്ഥാനവുമില്ല. വി ഹാവ് നത്തിങ് ടു ഹൈഡ്. നമുക്കൊന്നും ഒളിക്കാനില്ല. വി ആർ നോട്ട് അഫ്രൈഡ് ഓഫ് വാട്ട് വി ഡു ഓർ വാട്ട് വി സേ. നമ്മൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചും നമ്മൾ പറയുന്ന കാര്യത്തെക്കുറിച്ചും നമുക്ക് ഭയപ്പെടേണ്ടതില്ല. വി വർക്ക് ഇൻ ദി സൺ ആൻഡ് ഇൻ ദി ലൈറ്റ്. തികഞ്ഞ പകലിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈവൻ സോ ഇൻ അവർ പ്രൈവറ്റ് ലീവ്സ് ലെറ്റ് us മേക്ക് ഫ്രണ്ട്സ് വിത്ത് ദി സൺ ആൻഡ് വർക്ക് ഇൻ ദി ലൈറ്റ് ആൻഡ് ഡു നത്തിങ് സീക്രട്ട്ലി. നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ പോലും നമുക്ക് സൂര്യനെ ചങ്ങാതിയാക്കാം. ഒളിമറയില്ലാതെ പ്രവർത്തിക്കാം. പ്രകാശത്തിൽ നമുക്ക് പ്രവർത്തിക്കാം. നമുക്കൊരു കാര്യവും രഹസ്യമായി ചെയ്യേണ്ടതില്ല. ആൻഡ് ഇഫ് യു ഡു സോ, നീ അപ്രകാരം പ്രവർത്തിക്കുകയാണെങ്കിൽ, മൈ ഡിയർ, യു വിൽ ഗ്രോ അപ്പ് എ ചൈൽഡ് ഓഫ് ദി ലൈറ്റ്. നീ പ്രകാശത്തിൻ്റെ ബാലികയായി വളർന്നുയരും. അൺഅഫ്രൈഡ് ആൻഡ് സെറൈൻ ആൻഡ് അൺറഫിൾഡ് വാട്ടെവർ മേ ഹാപ്പൻ. ഭയമില്ലാത്ത, പ്രശാന്തമായ, ഇളക്കമില്ലാത്ത ഒരു ബാലികയായി നീ മാറ്റപ്പെടും. എന്ത് സംഭവിച്ചാലും, വാട്ടെവർ മേ ഹാപ്പൻ. ഇനി അടുത്ത ഈ പാരഗ്രാഫിൽ നെഹ്റു തൻ്റെ കത്ത് അവസാനിപ്പിക്കുകയാണ്. ഐ ഹാവ് റിട്ടൺ എ വെരി ലോങ് ലെറ്റർ ടു യു. വളരെ വലിയൊരു കത്താണ് ഞാൻ നിനക്കിപ്പോൾ എഴുതിയിട്ടുള്ളത്. ആൻഡ് യെറ്റ് ദർ ഈസ് സോ മച്ച് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു. പക്ഷേ ഇനിയും എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഹൗ ക്യാൻ എ ലെറ്റർ കണ്ടെയ്ൻ ഇറ്റ്. എങ്ങനെ അതെല്ലാം ഒരു കത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. ഗുഡ് ബൈ ലിറ്റിൽ വൺ, ആൻഡ് മേ യു ഗ്രോ അപ്പ് ഇൻ ടു എ ബ്രേവ് സോൾജിയർ ഇൻ ഇന്ത്യ സർവീസ്. ഇന്ത്യയുടെ സേവനത്തിൽ ധൈര്യമുള്ള ഒരു പടയാളിയായി നീ ഇനിയും വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിത്ത് ആൾ മൈ ലവ് ആൻഡ് ഗുഡ് വിഷസ്. സ്നേഹത്തോടെ, ആശംസകളോടെ, യുവർ ലവിങ് ഫാദർ. നിന്റെ പ്രിയപ്പെട്ട അച്ഛൻ ജവഹർലാൽ നെഹ്റു. ഒരു കത്ത് നമ്മൾ എപ്രകാരം അവസാനിപ്പിക്കണം എന്ന കാര്യം കൂടി ഇതിൽ നിന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഈ പാഠഭാഗത്തിലെ ഡിഫിക്കൽട്ട് വേർഡ്സ് നമുക്ക് പരിചയപ്പെടാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക.